ഹായ് ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പുറത്ത് നല്ല യമണ്ണം മഴ തുടങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇടിയോടുകൂടിയ നല്ല ഗംഭീര മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉച്ചയൂണ് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ പിടുത്തം ഇല്ലെങ്കിൽ പോലും ഞാൻ ചെറിയൊരു ആഡംബരത്തിനായിട്ട് അവിടെ ഒരു തോരൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കുമ്പളങ്ങ തോരൻ കേട്ടോ. അങ്ങനെ കുമ്പളങ്ങ തോരനും പിന്നെ ഒരു അയല പൊരിച്ച് വാർത്തിങ്ങനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിരുന്നാലും അത് ഞാൻ ഇന്ന് എടുക്കുന്നില്ല, മാറ്റി കേട്ടോ. അങ്ങനെ അത് മാറ്റിയിട്ട് ചെറിയൊരു കുട്ടൻകോര 2 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇന്നലെ ഗ്യാസ് ചെറുതായിട്ടൊന്നും ഉണ്ടായിരുന്നു, ഈ പറയുന്ന ഏമ്പക്കം പിടിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അയല കൂട്ടിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതെന്തായാലും അങ്ങ് മാറ്റി. അതിനുശേഷം ഞാനൊരു സ്പെഷ്യൽ ചമ്മന്തിയോടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ പുളിഞ്ചിക്കയും കാന്താരിയും തേങ്ങയും ഒക്കെ ഇട്ട് വെച്ചിട്ട് ചമ്മന്തിയും, പിന്നെ നല്ല അതുപോലെ പുള്ളിയുള്ള മാങ്ങാച്ചാറ് ചാറ് കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം സൈഡ് ഡിഷായിട്ട് ഞാൻ എന്താണ്ട് കുറച്ച് തൈരോട് എടുക്കുക കേട്ടോ. അപ്പോൾ ചമ്മന്തിക്ക് എപ്പോഴും ഒരു കൂട്ടുകെട്ട് തൈരാണല്ലോ. ഇതിപ്പം പുളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട, എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് ഉപ്പൂടെ വിതറുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ പങ്ക് പപ്പടം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് 2 പൊളിച്ചിങ്ങി എടുത്തു. അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി ഇന്ന് ഉച്ചയ്ക്ക് ഒരു അടി അടിക്കാനെ കൊണ്ട് പോകട്ടെ. അപ്പം എന്നിരുന്നാലും ഞാൻ അത്ര ആക്റ്റീവൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നവരോടായിട്ട് പറയാം കേട്ടോ. എന്താണെന്നറിയത്തില്ല, എൻ്റെ ആക്റ്റീവ് മെഷീനൊക്കെ എവിടെ പോയെന്നൊരു പിടിയില്ല. എന്തായാലും പതുക്കെ അതിങ്ങനെ ചാർജ് ചെയ്തെടുക്കണമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ ആസ്വദിച്ച് മേളി വന്നിരുന്ന് കഴിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നമ്മുടെ ചേട്ടൻ്റെ സ്വന്തം സ്ഥലത്ത് കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ചേട്ടൻ തന്നെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം പുള്ളിക്കാരന് ഫുൾ ടൈം ഇവിടെ ആയിരിക്കും കേട്ടോ. ഇവിടെ ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഫോൺ കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞിൻ്റെ കൂടെ കളിക്കുകയാണെങ്കിലും എല്ലാം ഇവിടെ തന്നെ കേട്ടോ. അപ്പോൾ നല്ല പുളി കാരണം ഞാൻ ആ തൈര് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാം. എന്തായാലും കാര്യത്തിലേക്ക് വരാം. അപ്പം ഞാൻ എന്നും വിചാരിക്കും കേട്ടോ, മടിയൊക്കെ മാറ്റി വെച്ചിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങണമെന്ന്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, അങ്ങ് മടിയാണ്, ഭയങ്കര മടിയാണ്. മടി പിടിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 മടിയാട്ടോ. പക്ഷേ പവർഫുള്ളായി കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും ഓഫും ആവത്തില്ല. അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഓഫായി കഴിഞ്ഞാൽ അങ്ങ് ഓഫാവും, ഓണായി കഴിഞ്ഞാൽ അങ്ങ് ഓണാവും കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, ഈ അസുഖം എനിക്ക് മാത്രമേ ഉള്ളൂ, അതോ ഒരു മാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ടോയെന്നും ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ചമ്മന്തിയും പപ്പടവും അച്ചാറും ഒക്കെ അടിച്ച് തട്ടാൻ പോവാണ്. അപ്പോൾ എന്തായാലും എല്ലായിടത്തും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം മഴയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 11 മണി 12 മണി ഒക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര മഴ ഇടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോറുണ്ണുന്നത് നോക്കിയിരിക്കുന്ന ഒരു പുള്ളിക്കാരനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം താഴെ ഇരുന്നാലും മേളിലിരുന്നാലും പുള്ളി കറക്റ്റായിട്ട് വരാറുണ്ട് കേട്ടോ. എൻ്റെ സമയം മാറ്റിയാലും സമയത്ത് തന്നെ എത്താറുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ചോറൊക്കെ ഇവിടുന്ന് താഴോട്ട് ഇട്ട് കൊടുത്ത് താഴെ നിന്നൊരു വഴക്ക് പറച്ചിലും കാര്യങ്ങളൊക്കെ കേട്ട് കേട്ടോ. വെറുതെ ഞങ്ങളുടെ വാരി ഇടരുതെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.